ഹായ്, അസ്സലാമു അലൈക്കും. സാൾട്ടഡ് ബട്ടർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു മുളകിട്ട മീൻ കറിയാണ്. ഈ കറിയുടെ പ്രത്യേകത എണ്ണയിൽ മസാലകളെല്ലാം കൂടെ വഴറ്റിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നതാണ്. ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ കറി തേങ്ങ അരച്ച കറി പോലെ തന്നെ ഇരിക്കും. നല്ല സ്വാദ്. കണ്ടു നോക്കാം. അതിനുവേണ്ടി ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർക്കുക. ഞാനിവിടെ ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് എണ്ണയിൽ കിടന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മൂക്കുമ്പോൾ. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു സവാള ചോപ്പ് ചെയ്തത് ചേർക്കുക. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഉള്ളി ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോൾ ഞാനിവിടെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് ചേർക്കുകയാണ്. ലേശം ഉപ്പ് ചേർക്കുന്നത് ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ഉലുവപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എണ്ണയിലെല്ലാം കൂടി വഴറ്റിയെടുത്താൽ ആ മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. എണ്ണയിൽ ഇതെല്ലാം ഒന്ന് വഴറ്റിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോഴാണ് ആ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടുന്നത്. ഇങ്ങനെ മിക്സിയിൽ അരച്ചെടുത്ത അരപ്പ് ചട്ടിയിലേക്ക് ഒഴിക്കുക. കാഴ്ചയിൽ നമ്മൾ തേങ്ങ അരച്ച കറി പോലെ തന്നെ ഇരിക്കും. പുളിക്ക് വേണ്ടി ചേർക്കുന്നത് കുടംപുളിയാണ്. 2-3 പീസ് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അടച്ചു വെച്ച് നല്ലതുപോലെ അരപ്പ് തിളച്ചതിന് ശേഷമാണ് മീൻ ചേർക്കുന്നത്. അടച്ചു വെച്ച് 10 മിനിറ്റ് തിളപ്പിക്കുക. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെക്കണം. അത് എണ്ണ തെളിഞ്ഞു വരാൻ വേണ്ടിയാണ്. എങ്കിലേ കറിക്കൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.